ടീം മാനേജ്മെന്റ് ഉണ്ടല്ലോ, വലിയ പൈസ ഒന്നും ഇവരുടെ മണ്ടയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല. ചെറിയ പൈസയ്ക്ക് ഇവരെ ടീമിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇവർ പെർഫോമൻസ് കാണിച്ച് ഞെട്ടിച്ചു കളഞ്ഞു. കൊടുത്ത പൈസയ്ക്ക് 10 ഇരട്ടി പെർഫോമൻസ് കാണിച്ച് ഞെട്ടിച്ചവരാ ഈ പ്ലേയേഴ്സ്. 2025 ബഡ്ജറ്റ് ബൈ ആണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്ന RCB എന്നാണ്. RCBയിലെ ടിം ഡേവിഡ് 3 കോടിയാണ് പുള്ളി ടീമിലേക്ക് കൊണ്ടുവന്നത്. കിട്ടിയ അവസരങ്ങളെല്ലാം സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മനോഹരമായ ഒരു പെർഫോമൻസ് പുള്ളി കാഴ്ചവെച്ചു. ആ ദിനേശ് കാർത്തികിന്റെ ഒക്കെ ആ ഒരു വിടവുണ്ടല്ലോ, പുള്ളി സത്യം പറഞ്ഞാൽ നികത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. കിട്ടിയ അവസരങ്ങളെല്ലാം നല്ല മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകദേശം 193 സ്ട്രൈക്ക് റേറ്റാ. ഫിനിഷർക്ക് പറ്റിയ ഒരു സ്ട്രൈക്ക് റേറ്റ്. നല്ലൊരു സ്കോർ ചേസ് ചെയ്യാനാണെങ്കിലും സെറ്റ് ചെയ്യാനും പുള്ളി പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് ടീമിന് വേണ്ടി കൊടുക്കാൻ കഴിയും. 3 കോടിക്ക് ടീമിലേക്ക് കൊണ്ടുവന്നു. നല്ലൊരു ബൈ തന്നെയാന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 3 കോടിക്ക് ടീമിലേക്ക് കൊണ്ടുവന്നു. നല്ല രീതിയിൽ ടിം ഡേവിഡ് പെർഫോമൻസ് ചെയ്തു, തെളിയിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് മിച്ചിൽ മാഷ്, LSGയുടെ പ്ലെയർ ആണ്. എല്ലാവരും വിചാരിച്ചു മിച്ചിൽ മാഷ് 10-14 വർഷമായിട്ട് IPL കളിക്കും, ഇതുവരെ ഒരു 300 റൺസ് പോലും എത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് 3.4 കോടി രൂപ മുടക്കിയത്? എന്നാൽ ഗോയങ്കജിക്ക് പന്തിൽ പഴച്ചുപോയി. മിച്ചിൽ മാർഷലിന്റെ കാര്യത്തിൽ ഗോയങ്കജിക്ക് പഴച്ചതേ ഇല്ലെന്ന് പറഞ്ഞു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകദേശം 378 റൺസ് എടുക്കുന്നു. ആവറേജ് വന്ന് 37, സ്ട്രൈക്ക് റേറ്റ് വന്ന് 155 സ്ട്രൈക്ക് റേറ്റ്. മിക്കുള്ള കളിയിലും പുള്ളിയുടെ പെർഫോമൻസ് ടീമിനെ വിജയിപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഏകദേശം 450 പുള്ളി എടുക്കുന്നത്. മുൻകാലങ്ങളിലെ എല്ലാ പരാജയങ്ങളും പുള്ളി ഈ പ്രാവശ്യം മാറ്റിവെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് നമ്മളൊരു ക്രെഡിറ്റ് കൊടുക്കണം കേട്ടോ. ക്രിക്കറ്റ് ഓസ്ട്രേലിയ IPLന് മുമ്പ് മിച്ചിൽ മാഷിന്റെ അടുത്ത് പറഞ്ഞു, മിച്ചിൽ മാഷെ നീ ഇന്ന് മുതൽ ഓൾറൗണ്ടർ അല്ല, ജസ്റ്റ് ബാറ്റർ ആണ്. നീ ജസ്റ്റ് ബാറ്റിംഗിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, നീ ബാറ്റ് മാത്രം ചെയ്താൽ മതി. ബാറ്റിംഗിൽ മാത്രം പുള്ളി ഫോക്കസ് ചെയ്തു. നല്ലൊരു പെർഫോമൻസ് എന്തായാലും LSGക്ക് വേണ്ടി കാഴ്ചവെക്കാൻ കഴിഞ്ഞു. 3.4 കോടിക്ക് എന്തായാലും പറ്റിയൊരു ബൈ തന്നെയായിരുന്നു. ബഡ്ജറ്റ് ബൈ എന്ന് പറഞ്ഞിരിക്കുന്നു LSGയുടെ മിച്ചിൽ മാഷ്. അടുത്തത് ഡൽഹിയുടെ മിച്ചിൽ സ്റ്റാർക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും 11.75 കോടിക്കായി പുള്ളിയെ വാങ്ങിച്ചത്. ഇവനെന്താ പ്രാന്താണോ? 11.75 കോടി എന്ന് പറഞ്ഞാൽ ചെറുതാണോ? പുള്ളിയുടെ കഴിഞ്ഞ വർഷത്തെ സാലറി ഒന്ന് പരിശോധിക്കണം. അതിൽ നിന്ന് 50% കുറവാണ്. എല്ലാവർക്കും സാലറി കൂടിക്കൂടി പോകുമ്പോൾ മിച്ചിൽ മാഷിന് സാലറി കുറഞ്ഞു. 50% ആണ് കുറഞ്ഞത്. 11.75 പുള്ളിയെ ഡൽഹി സ്വന്തമാക്കുന്നത്. എന്നാൽ പൈസ കുറഞ്ഞതിന്റെ ഒരു രീതിയിലുള്ള ഏനക്കേട് പുള്ളി കാണിച്ചില്ല. പുള്ളിയുടെ ബെസ്റ്റ് കൊടുത്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പവർ പ്ലേയിൽ പുള്ളി മോശമായിരുന്നു. എന്നാൽ ഡെത്ത് ഓവറിൽ വന്നിട്ട് യോക്കർ എറിയാൻ പുള്ളിയെ കഴിഞ്ഞ് വേറെ ആരും ഇല്ലെന്ന് പുള്ളി ഏതായാലും തെളിയിച്ചു. 4 വിക്കറ്റാണ് പുള്ളി എടുക്കുന്നത്. എക്കണോമി പരിശോധിക്കുമെങ്കിൽ 10 ഉണ്ട്. ഇപ്പൊ നോക്കുമെങ്കിൽ IPL ആണ്, മിക്കുള്ളവർക്കും 9, 10 ആ റേറ്റ് ഒക്കെ ഉണ്ട്. 10ന്റെ എക്കണോമിയാണ് പുള്ളിക്കുള്ളത്. സൂപ്പർ പെർഫോമൻസ്. ഡൽഹിയുടെ വിജയത്തിനും പുള്ളി മുൻപിൽ നിന്ന് നയിച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഡെത്ത് ഓവറിൽ പുള്ളിയെ കടത്തിവെട്ടാൻ വേറെ ഒരു ബോളർ ഇല്ലെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മനോഹരമായിട്ട് വന്ന് യോക്കർ ബോളൊക്കെ എറിയാൻ പുള്ളി ഇപ്പോഴും മിടുക്കൻ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തതും ഡൽഹിയിലെ തന്നെ ഒരു പ്ലെയർ ആണ് വിബ്രാജ് നിഗം. ടീം മാനേജ്മെന്റ് എന്തായാലും പുള്ളിയിൽ വിശ്വാസം അർപ്പിച്ചു. ഏകദേശം 50 ലക്ഷത്തിനാണ് ടീമിലേക്ക് കൊണ്ടുവന്നത്. പുള്ളി ഒരു ഓൾറൗണ്ടർ ആണ്, ഒരു ലെഗ് സ്പിന്നർ ആണ്. വേണ്ടി വന്ന ബാറ്റ് ചെയ്യാനും കഴിയും. നമ്മൾ കണ്ടല്ലോ LSGക്കെതിരെ പുള്ളിയുടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അശുതോഷ് വർമ്മ വന്നിട്ട് ഫിനിഷ് ചെയ്തു. എക്കണോമി നോക്കുവാണെങ്കിൽ 9.48. 50 ലക്ഷത്തിന് ഡൽഹിക്ക് പറ്റിയ നല്ലൊരു ബൈ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 2-3 കളിയിൽ നോക്കുമ്പോൾ വിക്കറ്റൊന്നും പുള്ളിക്ക് കിട്ടുന്നില്ല. എങ്കിലും അവർക്ക് കിട്ടിയ നല്ലൊരു അസറ്റ് തന്നെയാണ്. ഈ ചെറിയൊരു പൈസയ്ക്ക് ഓൾറൗണ്ടർ തന്നെയാണ്, നല്ലൊരു ലെഗ് സ്പിന്നർ കൂടിയാണ്, ഒരു റിസ്ക് സ്പിന്നറും കൂടെയാണ് പുള്ളി. വിബ്രാജ് നിഗത്തെ ടീമിലേക്ക് കൊണ്ടുവന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു. അടുത്തത് RCBയുടെ യഷ് ദയാൽ. ടീം നിലനിർത്തിയ ഒരു പ്ലെയർ ആണ്. 11 കളി കളിച്ചു, അത് 10 വിക്കറ്റ് പുള്ളിക്ക് നേടാൻ കഴിഞ്ഞു. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 9.61. ഇന്നസാമി സ്റ്റേഡിയത്തിൽ 2 കളി CSK ചോക്ക് ചെയ്യാൻ എന്തായാലും ദയാലിന് കഴിഞ്ഞു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞിരിക്കുന്നത്. 2 കളിയിൽ CSK വരിഞ്ഞു മുറുക്കി പിടിച്ചു നിർത്താൻ എന്തായാലും യഷ് ദയാലിന് കഴിഞ്ഞു. എന്തുകൊണ്ട് നല്ലൊരു ബോളർ തന്നെയാന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്ക് ഓഫ് ലെങ്തിൽ സ്ലോ ബോൾ എറിയുന്ന ഒരു ഡെലിവറി ഉണ്ടല്ലോ പുള്ളിയുടെ, സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ബോൾ ജഡ്ജ് ചെയ്യാൻ മിക്കുള്ള ബാറ്റർമാരും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ബാക്ക് ഓഫ് ലെങ്തിൽ മനോഹരമായിട്ട് വന്ന് സ്ലോ ബോൾ എറിയാനുള്ള ഒരു കഴിവുണ്ട്. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ RCBക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് പുള്ളിയെ നിലനിർത്തിയത് ടീമിൽ. ഇനിയുള്ള പ്ലേ ഓഫിലായാലും ഫൈനലിലൊക്കെ ആയാലും നല്ലൊരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കാഴ്ചവെക്കാൻ കഴിയും. അവിടെ ജോഷ് ഹേസൽവുഡ് വന്നില്ലെങ്കിലോ ലുങ്കി ഡിങ്കടി മടങ്ങി പോകുമ്പോഴോ എന്റെ അഭിപ്രായത്തിൽ യഷ് ദയാലിന്റെ ഒരു പെർഫോമൻസ് എന്തായാലും ടീമിന് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ RCBയുടെ കുർണൽ പാണ്ഡ്യ. ലക്നൌവിൽ ഒരു പെർഫോമൻസ് ഒന്നും അല്ല ഇപ്പൊ ഇവിടെ ഒന്ന് കാഴ്ചവെക്കുന്നത്. മനോഹരമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 14 വിക്കറ്റോളം പുള്ളി നേടി. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 8.57. പുള്ളി ടീമിലോട്ട് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പുള്ളിയുടെ എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 7 ആണ്. ആ ഒരു മെയിൻ കാരണമാണ് പുള്ളിയെ ടീമിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം. പിന്നെ
പുള്ളി ഒരു ഓൾറൗണ്ടറും കൂടെയാണ്. RRനെതിരെ നമ്മൾ കണ്ടു നല്ല ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് പുള്ളി കാഴ്ചവെക്കുന്നു. നമ്പർ 3 നമ്പർ 4 എവിടെ വേണമെങ്കിലും പുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. എന്റെ അഭിപ്രായത്തിൽ LSCയിൽ അത്ര വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. എന്നാൽ ബാംഗ്ലൂരിലോട്ട് വരുന്നു പുള്ളിയുടെ ബെസ്റ്റ് തന്നെ കാണിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 5.75 കോടിക്കാണ് പുള്ളിയെ ടീമിലേക്ക് കൊണ്ടുവന്നത്. അതെന്തായാലും പുള്ളിയുടെ പെർഫോമൻസ് സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടും നല്ലൊരു ബൈ തന്നെയാണ്, ബഡ്ജറ്റ് ബൈ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. കുർണൽ പാണ്ഡ്യ ഇനി മുംബൈയുടെ പ്ലെയർ ആണ് റിയാൻ റിക്കൽട്ടൺ. സൗത്ത് ആഫ്രിക്ക T20 ലീഗിലാണ് പുള്ളി കളിക്കുന്നത്. അവിടെ തിളങ്ങി. അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിലോട്ട് വരാൻ കഴിഞ്ഞു. അതുകൊണ്ട് IPL വരാൻ കഴിഞ്ഞു. IPL മുംബൈ പുള്ളി എടുക്കാനുള്ള മെയിൻ കാരണം സൗത്ത് ആഫ്രിക്ക കണ്ടീഷൻ. അത് തന്നെയാണ് മുംബൈ റിക്കൽട്ടൺ എന്ന് പ്രതീക്ഷിച്ചത്. ആ ഒരു പെർഫോമൻസ് തിരിച്ചു കൊടുക്കാൻ എന്താ റിക്കൽട്ടൺ ആയെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഏകദേശം 350 പുള്ളി എടുത്തത്. സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 153. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് വാങ്കഡയ്ക്ക് പുറത്തും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ എന്തായാലും പുള്ളിക്ക് കഴിഞ്ഞു. 1 കോടി രൂപയ്ക്കാണ് പുള്ളിയെ ടീമിലേക്ക് കൊണ്ടുവന്നത്. ചീപ്പസ്റ്റ് ഓപ്പണറാണ് ഈ വർഷത്തെ. 1 കോടിക്ക് ടീമിലേക്ക് കൊണ്ടുവരുന്ന ഇന്റർനാഷണൽ മത്സരം കളിച്ച ചീപ്പസ്റ്റ് ഓപ്പണർ എന്ന് പറഞ്ഞിരിക്കുന്നു. 1 കോടിക്കാണ് ടീമിലേക്ക് കൊണ്ടുവന്നത്. ബെസ്റ്റ് ബൈ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. നല്ലൊരു ബൈ തന്നെയായിരുന്നു മുംബൈക്ക്. സായി സുദർശൻ. കൺസിസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയണമെങ്കിൽ സായി സുദർശനെ നോക്കിയാൽ മതി. 617 റൺസാണ്. ഓറഞ്ച് ക്യാപ്പ് റേസിൽ പുള്ളി എന്തായാലും എപ്പോഴും മുമ്പിൽ തന്നെ ആയിരിക്കും. ഒരു കളിയിൽ ആരെങ്കിലും വന്ന് ക്യാപ്പ് അടിച്ചുകൊണ്ട് പോകും. മേ ബി സൂര്യകുമാർ വന്ന് ക്യാപ്പ് അടിച്ചുകൊണ്ട് പോകും. മേ ബി വിരാട് കോഹ്ലി വന്ന് ക്യാപ്പ് അടിച്ചുകൊണ്ട് പോകും. പുള്ളി കളിക്കുന്ന കളിയിൽ പുള്ളി വരും. പുള്ളി ക്യാപ്പ് തിരിച്ചു വാങ്ങിക്കും. 617 റൺസാണ് പുള്ളി എടുത്തത്. ആവറേജ് പരിശോധിക്കുവാണെങ്കിൽ 50. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 143. പുള്ളിയുടെ കയ്യിൽ ഡ്രൈവ് ഉണ്ട്, ഫ്ലിക്ക് ഉണ്ട്, പുള്ളുണ്ട്, കട്ടുണ്ട്. ബാക്ക്ഫുട്ടിൽ പോയിട്ട് പഞ്ച് ചെയ്യാൻ അറിയാം പുള്ളിക്ക്. സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. മനോഹരമായിട്ട് കളിച്ചു. ഗുജറാത്തിന്റെ ഈ പ്ലേ ഓഫിൽ വരെ എത്തിച്ചതിന് പുള്ളിയുടെ റോളും സത്യം പറഞ്ഞാൽ മറക്കാനേ കഴിയത്തില്ല ഗുജറാത്തിന്. ഗുജറാത്ത് ടീം പുള്ളിയിൽ അർപ്പിച്ച വിശ്വാസം എന്തായാലും പുള്ളി കാത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. വിരാട് കോഹ്ലിയൊക്കെ റൺ മിഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അതുപോലെ ഗുജറാത്തിന്റെ ഒരു റൺ മിഷനാണ്. നമ്മൾ താമസിക്കാതെ തന്നെ പുള്ളിയെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലായാലും റെഡ് ബോൾ ക്രിക്കറ്റിലായാലും നമ്മൾ കാണാൻ കഴിയും ഇന്ത്യൻ ടീമിന് വേണ്ടി. എന്തായാലും അവർ നിലനിർത്തിയത് പുള്ളിയുടെ 100% ടീമിന് വേണ്ടി കൊടുത്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കുന്ന അൺക്യാപ്പ് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. ഒന്നാമതായിട്ട് രാൻഷ് ആര്യ. ഡൽഹി T20 ലീഗിലാണ് പുള്ളിയുടെ പെർഫോമൻസ് കാഴ്ചവെച്ചത്. അവിടെ വന്ന് 6 ബോളിൽ 6 സിക്സ് ഒക്കെ പുള്ളി അടിച്ചു. ആ ഒരു പെർഫോമൻസ് ആണ് പഞ്ചാബ് ടീമിലോട്ട് വരാനുള്ള കാരണം. അൺക്യാപ്പ് പ്ലെയർ ആണ്. അതൊന്നും ടീം നോക്കിയതേ ഇല്ല. പുള്ളിയുടെ മേൽ വിശ്വാസം അർപ്പിച്ചു. റിക്കി പോണ്ടിങ് ആയാലും മാനേജ്മെന്റ് ആയാലും പോയി ഓപ്പണിംഗ് കളി. പുള്ളി ചെന്ന് നല്ല മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഏകദേശം 250 എടുത്തു. സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 190. 356 റൺസ് ഇതുവരെ പുള്ളി സ്കോർ ചെയ്തു. വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പുള്ളിക്ക് ഒരുപാട് കാലം പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പെർഫോമൻസ് ഒന്നും ഞാൻ വലുതായിട്ട് വിലയിരുത്തുന്നില്ല. എങ്കിലും പുള്ളിക്ക് ഒരുപാട് പോകേണ്ടതായിട്ടുണ്ട്. പുള്ളി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. എന്തായാലും 3.8 കോടിക്ക് പറ്റിയൊരു ബൈ തന്നെയാണ് പുള്ളി. അടുത്തത് RRന്റെ പ്ലെയർ ആണ് വൈഭവ് സൂര്യവംശി. 14കാരന്റെ അടി 6 ഒക്കെ എന്ന് പറഞ്ഞാൽ മനോഹരം എന്ന് പറഞ്ഞിരിക്കുന്നു. 199 മീറ്റർ ഒക്കെയാണ് പുള്ളി അടിക്കുന്ന 6. എല്ലാം അടിച്ചങ്ങ് ബൗണ്ടറിക്ക് വെളിയിൽ കളയും, അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ പുറത്ത് കളയാണ് പുള്ളിയുടെ ഒരു ഹോബി. ഈ ഒരു മെച്ചൂർ ഒന്നും ആയിട്ടില്ല, മെച്ചൂർ ക്രിക്കറ്റ് ഒന്നും അല്ല. എല്ലാ ബോളും 6 അടിക്കാനുള്ള ഒരു മെന്റാലിറ്റിയാണ് പുള്ളിക്കുള്ളത്. ഇപ്പോഴത്തേക്കല്ല, അത് ലോങ് ടൈമിലേക്ക് പുള്ളി പറ്റിയത് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നുള്ള വർഷങ്ങളിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് എന്റെ ഒരു ബഡ്ജറ്റ് ബൈ. ഞാൻ 2025 എനിക്ക് തോന്നിയ ബെസ്റ്റ് ബൈ. നിങ്ങൾക്ക് ചിലപ്പോൾ മറിച്ചുള്ള അഭിപ്രായങ്ങൾ കണ്ടേക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും ഈ IPL ഏറ്റവും നല്ല ബഡ്ജറ്റ് ബൈ തന്നെയായിരുന്നു ഈ പ്ലേയേഴ്സ് എന്ന് ഞാൻ കരുതുന്നു.